ഇങ്ങോട്ട് വന്ന് ആ ഒരു കവറുടെ പാലും എടുത്തു അമ്മ അവിടെ ഇരിക്കുക ഒഴിച്ചു കൊണ്ട് പറ വേണോ അമ്മ അരിഞ്ഞിട്ട് തരാം. ഈ ഫോർട്ടിഫൈഡ് അരിയാന്നൊക്കെ പറഞ്ഞത് എന്തുവാന്ന് അതാ ഈ വെളുത്ത് കിടക്കുന്നതെന്ന്. ബോബിൻ കേസ് ആ ബക്കറ്റിൽ അപ്പം എടുത്ത് പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പൊന്നു മോനെ, ഞാൻ ഒരു വർഷമായിട്ട് പീസിയുടെ ആയിരിക്കും. ഇപ്പൊ നിനക്ക് സൈക്കിള് നീ 2 മാസമായുള്ളവരെ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്തോ അതൊക്കെ എടുത്തോണ്ട് പോവാ. നിനക്ക് വേണ്ടേ വേണ്ടേ എന്തുവായാലും വേണ്ടേ? അത് കുഞ്ഞോന്റെ ഫോട്ടോയാ, അതെനിക്ക് വേണം. ഇങ്ങോട്ടോ അല്ലല്ല, ഇത് അജിയങ്കിള് ചെയ്തതാ. ഇത് ഞാൻ ഇവിടെ വെക്കാൻ. ഇന്ന് ജാനിക്കുട്ടിയിലൂടെ കേറിയില്ല കേട്ടോ. കുറേ ദിവസം കൊണ്ട് റേഷൻ കടയിൽ പോകുന്ന കാര്യം പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ പോയില്ല. ഈ മാസം അവസാനം ആകാറായില്ല. അതുകൊണ്ട് ഇന്ന് പോയി. മുത്തിനും മോനുകുട്ടനും എക്സാം ഒക്കെ കഴിഞ്ഞ് 2 പേരും ഫ്രീ ബേഡ്സ് ആയി. അപ്പൊ മുത്ത് എക്സാം കഴിഞ്ഞ് ടൗണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞങ്ങൾ 2 പേരോടാണ് വൈകിട്ട് തിരിച്ചു വന്നത്. പിന്നെ മോനുകുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. റേഷൻ കടയിൽ പോകേണ്ടിയോണ്ട് നമ്മൾ ജാനിക്കുട്ടിയുടെ അടുത്ത് കേറിയില്ല. ജാനിക്കുട്ടിയൊക്കെ ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ വീട്ടിലൊരു ഇച്ചിരി പണിയൊക്കെ ഉള്ളത് കൊണ്ട് നാളെ കഴിഞ്ഞ് വരുമായിരിക്കും, അല്ലെ നാളെ വരുമായിരിക്കും കേട്ടോ. നാളെ രാവിലെ അവിടെ പണിക്കാരുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടൊക്കെ വന്നാല് അടുക്കളക്കകത്തുള്ള പണിയാണ്. അതുകൊണ്ട് മോനിക്കുട്ടൻ കുറെ ദിവസം അതാ ചാച്ചന കേട്ടോ. മോനിക്കുട്ടൻ കുറച്ച് ദിവസം കൊണ്ട് എന്നോട് വഴക്കാട്ടോ ബർഗർ വേണോന്ന്. അപ്പം എന്തോ പറഞ്ഞോണ്ട് വന്ന അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു ഇത് കാര്യമെന്നോ. അപ്പൊ ബർഗർ വേണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് വഴക്കിടും. അതിപ്പോ ഇന്ന് ഞാൻ രാവിലെ പോയി ബേക്കറിയില് 2 ബർഗറൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ലാസ്റ്റ് വന്നപ്പോ ഒന്നേ ഉള്ളായിരുന്നു. അപ്പൊ അത് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നേ. പിന്നെ മുത്തിന് ബർഗർ ഇല്ല കേട്ടോ. ഒരു കട്ട്ലറ്റും ഒരു ഏത്തക്കാപ്പും ഒക്കെ ഉണ്ട്, അത് വാങ്ങിച്ചു. ഏത്തക്കാപ്പം ഞാൻ മേടിച്ചല്ല, അജയണ്ണം മേടിച്ചതാണേ. ഏത്തക്കാപ്പവും പരിപ്പുവടയും കൂടെ. അപ്പം അമ്മയ്ക്ക് പരിപ്പുവട ഇഷ്ടം. അപ്പൊ അമ്മയ്ക്ക് ഒരു പരിപ്പുവട ഞാൻ കൊടുത്തു. ബാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വന്ന് എന്ത് വേണേലും കഴിക്കാം. ചൂട് കൊണ്ട് വയ്യ, വിയർത്തൊഴുകുവാ ഞാനിവിടെ നിന്ന്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും തൈരും പിന്നെ ഇത് സോസ്, ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, പിന്നെ മുത്തിന് മേലൊരച്ച് കഴുകാൻ ഇതെന്തുവാ ഇത് രാമച്ചൻ, അത്രയും സാധനം മേടിച്ചോളൂ കേട്ടോ. പിന്നെ ദാഹിച്ച് വലഞ്ഞാണ് വന്നത്. അതുകൊണ്ടൊരു ആപ്പി ഫീസ് മേടിച്ചു. ഞാൻ എടുത്തില്ല. മുത്ത് വന്നു. മോനുകൊട്ട മാത്രമേ കുടിച്ചോളൂ. ഞാനും കുടിച്ചില്ല, മുത്തും കുടിച്ചില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് കുടിക്കാമെന്ന് ഓർത്തു. എന്നിട്ട് അമ്മയുടെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ കാപ്പി ഇട്ടായിരുന്നു. അമ്മയുടെ അടുത്ത് കാപ്പി കുടിച്ചു. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇനി അടുക്കളയിൽ ഇവിടുത്തെ പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല. അമ്മയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു സാധനം തന്നു വിട്ടിട്ടുണ്ട്. അമ്മ മെഴുക്കോട്ടി വെക്കാൻ എടുത്ത് വെച്ചിരുന്നതാണ്, വെച്ച് തരാൻ വേണ്ടിട്ട്. പക്ഷെ അമ്മയ്ക്ക് വയ്യാഞ്ഞോണ്ട് അമ്മ വെച്ചില്ല. അതെല്ലാം ചെത്തിയതാണ്. ഇനി കഷ്ണിച്ച് മെഴുക്കോട്ടി വെച്ചാൽ മതി. അതിന്റെ പേരെന്തോന്ന് ഞാൻ ഒന്നുകൂടെ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ചേമ്പിന്റെ ഏതാണ്ടാ, ചേമ്പിന്റെ തട, അത് തന്നെ ചേമ്പിൻ തടയാ കേട്ടോ. അപ്പൊ അത് മെഴുക്കോട്ടി വെക്കാൻ എടുത്ത് വെച്ചേക്കുന്നേ. അതൊന്ന് മെഴുക്കോട്ടി വെക്കണം. ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. നമ്മള് ഓൾറൗണ്ടർ ആയിട്ടുള്ള സാമ്പാർ വെക്കുന്ന പോലെ തന്നെ ഒരു പരിപ്പ് കറി ഇവിടെ വെക്കാറുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നത്. അപ്പൊ അത് രാവിലെ ചപ്പാത്തിയുടെ കൂടെ അത് ഉണ്ടാക്കിയത് കൊണ്ട് ഇന്ന് അതുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഞാൻ എന്റെ മറവിയുടെ കൂടുതൽ കൊണ്ട് എന്റെ പ്രിയങ്ങളോടെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുക. ഞാൻ പലരുടെയും പേര് മറന്നു പോകുന്നുണ്ട്. ഹായ് പറയാൻ പറയുന്നതൊക്കെ മെസ്സേജ് കമന്റ് വായിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഓർക്കാതെ പോകുന്നുണ്ട്. ഒക്കത്തിനും സോറി ഉണ്ട് കേട്ടോ. എന്റെ ഓർമ്മക്കുറവ് എനിക്കറിയില്ല. അത് എങ്ങനെ അതിനകത്തുനിന്നൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ മെസ്സേജിന് മറുപടി, കമന്റിന് മറുപടി തരാത്തതല്ല. കമന്റിന് മറുപടി തരാത്തതെന്ന് വെച്ചാല് എല്ലാത്തിനും ലവ് ഒക്കെ തരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ചില കമന്റുകൾക്ക് ടൈപ്പ് ചെയ്ത് മറുപടി അയക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ മാത്രമേ മറുപടി അയക്കുന്നുള്ളൂ കേട്ടോ. അത് ഈ കമന്റ് ഇടുന്ന എല്ലാവരോടും ഇഷ്ടക്കുറവോ വേർതിരിവോ ഒന്നും ഉണ്ടായിട്ടല്ല. എല്ലാവരോടും എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ എന്നെ എന്താ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ
ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ നല്ല വാക്കുകൾ പറയുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ എന്തിനാണ് ദേഷ്യം കാണിക്കുന്നത്? നിങ്ങളോടല്ല എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മനസ്സ് തുറന്ന് പറയുവാണ്. പിന്നെ കമന്റ് ടൈപ്പ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് പലർക്കും ഞാൻ അങ്ങനെ മറുപടി ഒന്നും എഴുതാത്തത്. അല്ലാതെ എല്ലാവരോടും ഒരുപാട് കാര്യങ്ങൾ മറുപടി പറയണമെന്നൊക്കെ മനസ്സിലാഗ്രഹമുണ്ട്. ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. എന്താ ഈ കൈ കൊണ്ടല്ലേ ടൈപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. പക്ഷേ നമ്മൾ ഈ കൈക്ക് പ്രശ്നമുള്ളത് കൊണ്ട് ഈ കൈ കൊണ്ട് ജോലിയെല്ലാം ചെയ്ത് ഈ കൈക്ക് ഭയങ്കര സ്ട്രെയിൻ ആണ്. അപ്പം പിന്നെ നമ്മൾ ചെന്നാലും അവിടെ ജോലിയുണ്ട്. അവിടെ വില്ലൻഡറിങ് എന്ന് വെച്ചാൽ ഇച്ചിരി സ്ട്രെയിൻ ഉള്ള ജോലിയല്ലേ. അതെല്ലാം ചെയ്യുന്നതും എല്ലാം നമ്മുടെ കൈക്ക് ബുദ്ധിമുട്ടുള്ള ജോലികളാണ്. നമ്മുടെ കൈ കൊണ്ടല്ലാതെ നമ്മൾ എങ്ങനെയാണ് ജോലികൾ ചെയ്ത് തീർക്കുന്നത്. അപ്പൊ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എത്രയോ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്, നിങ്ങൾ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നില്ലല്ലോ. കൂടുതൽ ആൾക്കാർക്കും അറിയാം എന്താണ് മറുപടി കൊടുക്കാത്തതെന്ന്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കൈയുടെ പ്രശ്നം ആയതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോകാമോ, ഒരാളിവിടെ ഒന്ന് മസിൽ പിടിച്ച് നിൽക്കും, അങ്ങോട്ടൊന്നും പോകണോ അതിന് പോ. അപ്പൊ നമ്മുടെ കൈക്ക് ആരോഗ്യക്കുറവുള്ളത് കൊണ്ടാണ് കമന്റിന് റിപ്ലൈ ചെയ്യാത്തത്. ഞാൻ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റുകൾ എഴുതാറുണ്ടായിരുന്നു. അതുപോലും അങ്ങനെ പല കാര്യങ്ങൾ എഴുതാൻ തോന്നുന്നത് പോലും എഴുതാതെ മാറ്റി വെക്കുകയാണ് ഈ കൈയുടെ പ്രശ്നം കൊണ്ട് കേട്ടോ. പിന്നെ അതിന് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ. പക്ഷെ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് എന്റെ ചക്കര മുത്തുമണികളൊന്നും പിണങ്ങുകയും ദേഷ്യപ്പെടുകയും ചെയ്യരുത്. നിങ്ങൾ അയക്കുന്ന കമന്റുകൾ എല്ലാം ഞാൻ കാണുന്നുണ്ട്. വളരെ ചുരുക്കം ചിലതേ ഉള്ളൂ കാണാത്തത്. അതെന്റെ കണ്ണിൽ പെടാത്തതാണ്. പിന്നെ ചിലതൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ദൈവം എന്റെ മുന്നിൽ കാണിക്കാത്തതാണ്. പിന്നെ ചിലർ സ്നേഹത്തോടിടുന്ന ചില കമന്റുകളൊന്നും ഞാൻ കാണുന്നില്ല. അല്ലാത്ത ഞാൻ ഈ പറഞ്ഞത് നമ്മളെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നവര് ചില കമന്റുകൾ ഇടുന്നതൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരിക്കലും എന്റെ വീട്ടുവിശേഷങ്ങൾ ചോദിക്കുന്നവരോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ പറഞ്ഞും അടുത്ത വിഷയങ്ങൾ പിന്നെ ചോദിക്കുന്നത് കൊണ്ട് മാത്രം ചിലപ്പം പറഞ്ഞതാണ് എന്ന് പറയുന്നതല്ലാതെ ആരോടും ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, അങ്ങനൊന്നും വിചാരിക്കരുത്. അപ്പൊ ഇത്രയും പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ആരും എന്നോട് ദേഷ്യപ്പെടുകയും പിണങ്ങുകയും ചെയ്യരുത്. പുതിയ ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കൈ വയ്യാത്തോണ്ടാണ് കേട്ടോ. വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നിടത്തും നമ്മുടെ ഈ കൈ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ പലർക്കും അതൊന്നും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. കാണുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, ഇവർക്ക് എന്താ കുഴപ്പമെന്ന് ഓർക്കും. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന വേദനയും വിഷമമൊക്കെ എന്തൊക്കെയാണ് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാന് സംസാരിക്കാൻ വയ്യ ചൂട് കൊണ്ട്. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഞാൻ ഇച്ചിരി ആപ്പിഫീസ് കുടിക്കട്ടെ. ഇതൊന്നും അങ്ങനെ ശീലമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഉഷ്ണം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനല്ല മുത്ത് മേടിച്ചതാട്ടോ. ഞാൻ ഇച്ചിരി കുടിക്കുവാണ്. ഞാൻ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാൻ എന്റെ പ്രിയങ്ങളെ. അധികം ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് സമാധാനമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇനി ഇവിടെ അതും ചെയ്യണമല്ലോ എന്നുള്ള ഒരു ടെൻഷന്. അപ്പൊ ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അത് പറയാൻ വന്നതാ കേട്ടോ. നമ്മുടെ ഫാമിലിയിലുള്ള ഒരു അമൃതക്കുട്ടിയുണ്ട്. അമൃതക്കുട്ടി എന്നോട് വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയത്, ഒരു പ്രാവശ്യം ഒന്ന് പരിചയപ്പെട്ടിട്ടൊക്കെ പോയതാ. പക്ഷെ ഇന്ന് എന്നെ അവിടെ നിന്ന് ചിരിച്ചു കാണിച്ചിട്ട് എനിക്ക് എവിടെയോ കണ്ട പരിചയമുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മ വന്നില്ല. അമൃതയുടെ അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞാൽ അവരെന്റെ കൂടി വന്നതാട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്റെ അടുത്ത് വന്നപ്പം പിന്നെയും വന്ന് എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആന്റിയുടെ അടുത്ത് വന്നു സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്ന ആളാണെന്ന് കേട്ടോ. അപ്പൊ അമൃതക്കുട്ടിയോട് ഞാൻ ഒത്തിരി സോറി പറയുവാണ്. എന്തോ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ പോരായ്മകൾ മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ. അപ്പം അപ്പം അമൃതയുടെ അപ്പ ഇപ്പൊ ഒത്തിരി വട്ടം പറഞ്ഞു. അമൃതയുടെ അമ്മയും കൊണ്ട് വന്നപ്പം പുള്ളിക്കാരി എനിക്ക് പേരൊന്നും ഞാൻ ചോദിച്ചില്ല. അമൃതയുടെ അമ്മ ഞാൻ ഇവിടെ എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം വന്നപ്പം മോനുകുട്ടനും എല്ലാവർക്കുമായിട്ട് സ്വീറ്റ്സ് വാങ്ങിച്ചോണ്ട് തന്നു കേട്ടോ. ഞാൻ ഇപ്പൊ പറയാത്തെന്ന് വെച്ച് ഇപ്പൊ ബർഗറൊക്കെ എടുത്ത് കഴിച്ചു. ഇത് കാണാമെങ്കിൽ ഇപ്പം വേണമെന്ന് പറയാം. അതുകൊണ്ട് ഞാനിതങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ കൊടുത്തോളാം. അമൃതയുടെ അമ്മയെ പിണങ്ങുണ്ടാട്ടോ. ഞാൻ ഫുള്ളായിട്ട് അതിന് കൊടുക്കും. ഹാഫായിട്ടൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പം ഇത് ഞാൻ ഫുള്ളായിട്ട് എന്റെ മോനുകുട്ടിന് കൊടുത്തേക്കാണ്. ഇത് മൊത്തമല്ല, ഇത് ഒരെണ്ണം കൊടുക്കും. ഇതെല്ലാം ജാനിക്കുട്ടിക്കും മുത്തിനും എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഞാനിത് കാണിച്ചില്ല. കാണിച്ച ഇപ്പൊ എന്നോട് ചോദിക്കുക അങ്ങ് കൊടുക്കാൻ പറയവേ. എനിക്ക് കൊടുത്തില്ല, എനിക്ക് വിഷമമാണ്.
അപ്പൊ പിന്നെ വഴക്കുണ്ടാക്കേണ്ടി വരും. അപ്പൊ ഞാനത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ കൊടുത്തിരിക്കും. അപ്പം ചക്കര മുത്തുമണികളോട് സ്നേഹം അറിയിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. നന്ദി പറയത്തില്ല. നന്ദി പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരുപാട് അകൽച്ച ഉള്ളത് പോലെ തോന്നും. നിങ്ങളെല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാണ്, എന്റെ കുടുംബാംഗങ്ങളെ പോലെയാണ്. ഞങ്ങളെ അങ്ങനെ കാണുന്നത് കൊണ്ട് ഞാനും അതേ രീതിയിലാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. പിന്നെ ഒരു വലിയ കുടുംബം ആവുമ്പോ പലയിടത്തും പലരെ നമ്മള് പല കാര്യങ്ങളിലും അങ്ങ് വിട്ടുപോകുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വിചാരിക്കാവുള്ളൂ. ആരും പിണങ്ങരുത് കേട്ടോ. ഇതാണ് അമ്മ തന്നെന്ന് പറഞ്ഞത് ചേമ്പിൻ തട. നമുക്ക് മെഴുക്കുവരട്ടി വെക്കാനായിട്ടോ. അമ്മ മെഴുക്കുവരട്ടി വെച്ചതിന് പക്ഷെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അമ്മ അതോടെ വെച്ചിരുന്നു. അരിഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അരിഞ്ഞോളാം എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോലും. നമുക്കിത് മെഴുക്കുവരട്ടി വെക്കാട്ടെ. ഇത് എടുത്തു കഴിഞ്ഞാൽ എളുപ്പം അടുപ്പേ വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ചൊറിയും. എളുപ്പം നമുക്കിത് മെഴുക്കുവരട്ടി അങ്ങ് ആക്കാം. നമുക്ക് ഞാൻ എളുപ്പത്തിൽ ഒരു അടപ്പ് വെച്ചിട്ടുണ്ട്. അടപ്പേലോട്ട് വെച്ചിട്ട് അങ്ങ് അരിയുക കേട്ടോ. ഇത് അരിഞ്ഞിട്ടേ വരാം. നിങ്ങളല്ലെങ്കിൽ എന്റെ ഗുസ്തിപിടുത്തം എന്റെ മുഖത്തെ ഭാവവും കാണുമ്പോ വിചാരിക്കും ഇവിടെ എന്നിട്ട് ഭയങ്കര യുദ്ധം നടക്കുവാണ് കേട്ടോ. ഞാനിത് അടുപ്പിലാക്കി അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വേവുമ്പോഴത്തേക്ക് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട്. ഞാൻ അതെല്ലാം ഒന്ന് മടക്കി വെക്കാം എന്ന് വിചാരിച്ചു. തലേക്കെട്ടൊക്കെ അരിച്ചു കളയട്ടെ. നമുക്ക് കുറച്ചൊരു ഫാന്റെ കീഴിലിരിക്കാം. ഇതപ്പോഴത്തേക്ക് റെഡിയാകും കേട്ടോ. ഫാൻ ഇട്ടേക്കുന്നോണ്ട് ചിലപ്പോ ഒരു ഇറിറ്റേഷൻ കാണും. പക്ഷേ ഫാനില്ലാതെ എങ്ങനെ ഇതിനകത്ത് നിൽക്കും? കാര്യം കാണിക്കാൻ മറന്നുപോയി. കാണിക്കട്ടെ. കുഞ്ഞോന്റെ ഫോട്ടോ അജയണ്ണൻ ലാമിനേറ്റ് ചെയ്തതാണ്. ഈ ഫോട്ടോ ഉപ്പു സ്റ്റാറ്റസ് ഇട്ടപ്പോ അണ്ണന് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോ അണ്ണ പറഞ്ഞേ ഇതങ്ങോട്ട് അയച്ചു കൊടുക്ക്. അവിടെ അണ്ണ അറിയാവുന്ന സ്റ്റുഡിയോ ഉണ്ട്, അവിടെ കൊടുത്ത് ലാമിനേറ്റ് ചെയ്യിക്കാവുന്ന. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ചിങ്കാരി പണി ഇരിക്കുന്ന കണ്ടോ? കുഞ്ഞോനെ ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാട്ടോ. ഉമ്മ അപ്പൊ ഞാൻ വിചാരിച്ചത് അവിടെ ഒത്തിരി ലാമിനേറ്റ് ചെയ്ത് രാജീവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഇവിടെ വെക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇനി ചോദിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് വേണം ഇത്. കാലിലൊക്കെ പിടിച്ചോണ്ടിരിക്കുക. നമ്മുടെ ഇവിടുത്തെ അമ്പലമാണ് കേട്ടോ. രാവിലെ പിറന്നാളിന്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോയി അവിടുത്തെ ആൽത്തറയിൽ ഇരിക്കുന്ന ഫോട്ടോയാ. കയ്യിൽ ആലില്ല, ആലിന്റെ ഇല. അവിടെ അമ്പലത്തിൽ പോയപ്പോ എടുത്തത്. അമ്പലത്തിൽ ആൽത്തറ ഉണ്ടല്ലോ, അവിടെ വീണ് കിടന്നത്. ഞാന് മുമ്പേ കാണിക്കാൻ മറന്നു പോയട്ടെ. ഇവിടെ അകത്ത് മുറിക്കകത്ത് കൊണ്ട് വെച്ചായിരുന്നു ഇത്. അപ്പൊ പിന്നെ മുമ്പേ അതുകൊണ്ടാ കാണിക്കാഞ്ഞത് കേട്ടോ. സാരി ഞാന് വിയർത്തത് കൊണ്ട് ഞാൻ ഒലച്ചിട്ട് ഇനി ഇത് അയൺ ചെയ്താൽ കൊടുക്കാന്ന് വിചാരിച്ചല്ലാതെ എനിക്ക് പറ്റത്തില്ല കേട്ടോ. നമ്മൾ സാധാരണ സ്ഥിരം കൊടുക്കത്തില്ല, അവിടെ തന്നെ കൊടുത്ത് അയൺ ചെയ്യിച്ചു കൊണ്ടുവയ്ക്കാം. ഇനി എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ നമുക്ക് ഉടുക്കാം. ആരോ നമ്മുടെ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടേ ചേച്ചി ഒരുങ്ങി നടക്കുന്ന പോലെ കൂപ്പൂനോടും കൂടെ പറയും ഒരുങ്ങി നടക്കാനെന്ന്. കൂപ്പൂനോട് പറയാത്തതല്ല, ഉപ്പൂനോട് ഞാൻ അത് പറഞ്ഞാണ് പിണങ്ങുന്നത് കേട്ടോ. അവൾ ഒരുങ്ങി നടക്കാത്തതിനാണ് ഞാൻ പിണങ്ങുന്നത് അവളോട്. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുഞ്ഞുങ്ങൾ ഇങ്ങനെ വൃത്തിയായിട്ട് ഒരുങ്ങി സുന്ദരി മണിമാരായിട്ട് നടക്കുന്നത്. അപ്പൊ കുക്കു ജനിക്കുമ്പം ഞാന് 5ാം ക്ലാസ്സിലോ 6ാം കണ്ട് പഠിക്കുക. ഇപ്പൊ ഞാൻ ജാനിക്കുട്ടി എങ്ങനെ എടുത്തോണ്ട് നടക്കുന്നതെന്ന് വെച്ചാൽ അതെ ഇപ്പൊ ജാനിക്കുട്ടിയെ അങ്ങനൊന്നും എടുത്തോണ്ട് നടന്നിട്ടില്ല. എന്നാൽ തന്നെ അവരോട് എങ്ങനെ ആയിരുന്നോ അതേപോലെ തന്നെ ആയിരുന്നു കുക്കുവിനോട് കേട്ടോ. അപ്പൊ നമ്മള് കൊണ്ട് നടക്കുകയും ഞാന് അന്ന് കൊച്ചാണെങ്കിലുവേ നമുക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര ഇഷ്ടമല്ലേ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കാനൊക്കെ. അപ്പം ഞാന് കഴിപ്പിക്കാനും ബിസ്ക്കറ്റൊക്കെ കലക്കി കൊടുക്കും, കഴിപ്പിക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുവേ. മാമി അന്ന് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു മാമി അന്ന്. അപ്പൊ ഞങ്ങളുടെ അടുത്താണ് കുക്കുവിനെ കൊണ്ട് നടക്കുകയും ഞാൻ മാത്രമല്ല കേട്ടോ, അവനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആന്നേ. ഒരിക്കലും ഇങ്ങനെ അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമെന്നോ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, കൊച്ചു പിള്ളേരല്ലേ. ഞങ്ങൾ രണ്ടുപേരോടായിരുന്നു ഈ കൊണ്ട് നടക്കുകയും കഴിപ്പിക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ കുക്കുവിന്. എന്നിട്ട് അവിടെ പിച്ച വെക്കുന്ന സമയത്തൊക്കെ നമ്മള് അന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്നിടത്താണ്. അവിടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചി നട്ടിട്ടേ
ഇഞ്ചിക്ക് തടം എടുത്ത് ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പൊ ഒരു കുന്ന് പോലെ ഇങ്ങനെ വെക്കും, പിന്നെ ഒരു തടം, അങ്ങനെയാണല്ലോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇതിലിങ്ങനെ കയറ്റി അയ്യോ എന്ന് പറഞ്ഞ താഴോട്ട് അങ്ങനെ നടത്തിക്കുകയും പിന്നെ നമുക്കൊരു ഉരുളൻ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്തൊക്കെയാണ് മാമന്മാരൊക്കെ ഈ തടിമില്ലിലെ വണ്ടി ഓടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞ് അവിടുത്തെ ശരിമാരോട് പറഞ്ഞ് ഒരു സൈസ് വണ്ടി ഉണ്ടാക്കിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉരുണ്ടു പോകുന്നത്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് നമ്മള് വോക്കർ മേടിക്കത്തില്ല, അതിന് പകരം അന്നൊക്കെ ഇതുപോലത്തെ ഉരുണ്ടുരുണ്ടു പോവും. അതേ പിടിച്ചായിരുന്നു ഇവള് നടക്കുന്നത്. ഭയങ്കര വണ്ണമായിരുന്നു അന്ന്. ഇപ്പോഴും വണ്ണമുണ്ട്, അന്നും നല്ല വണ്ണമായിരുന്നു. നല്ല വണ്ണമായിരുന്നു കൂക്കൂന് കേട്ടോ. അപ്പൊ ഇത് നടക്കാൻ താമസമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊണ്ട് നടന്ന് ഇതേലൊക്കെ കൊണ്ട് നടത്തിക്കും, അല്ലാതെ ഞങ്ങൾ രണ്ടുപേരുടെ കയ്യെ പിടിച്ച് നടത്തിക്കും. അങ്ങനെയൊക്കെ കൊണ്ട് നടന്ന് വളർത്തി പൊട്ടൊക്കെ തൊടുവിച്ച് കണ്ണുമൊക്കെ എഴുതി ഒരു പ്രായം വരെ ഞങ്ങളോടൊപ്പമായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിലൊക്കെ ചേർത്ത സമയത്താണ് ഇങ്ങോട്ട് പോരുന്നത്. ഇവിടാണ് മാമിയുടെ വീട്, കടമനത്തെ കേട്ടോ. അപ്പൊ ഇനി പോന്നു കഴിഞ്ഞ് പിന്നെ വല്ലപ്പോഴും ഒക്കെ ഉള്ള വരവും പോക്കും ഒക്കെ ആയി. പിന്നെ ആണേലും ഞങ്ങളെ ഇവിടുത്തെ പടയണിക്കൊക്കെ ഞങ്ങളെ ഇവിടെ കൊണ്ടുവരും, ഞങ്ങളിവിടെ വന്നിക്കും, ഇവരും അങ്ങോട്ട് വരും, അങ്ങനെയൊക്കെ ആയി കേട്ടോ. എന്നാലും എനിക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും ഇവിടെ ഒരുക്കി കൊണ്ട് നടക്കാനും ഒക്കെ ഞാൻ ഒത്തിരിയും കൊണ്ട് നടന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആങ്ങളെ കല്യാണം കഴിച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് പറ്റുന്ന അത്ര കേട്ടോ അവളെ ഒരുക്കി കൊണ്ട് നടക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവൾക്കുള്ള ഡ്രസ്സ് മേടിക്കാനും എന്തൊരു ഇത് വന്നാലും അത് വാങ്ങിക്കും ഇത് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് അവനിതൊന്നും അറിയത്തില്ല. അവനോട് പറഞ്ഞ് അങ്ങനെയൊക്കെ വാങ്ങിക്കും ഇങ്ങനെ വാങ്ങിക്കും അവൾക്ക് ചേരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനാണേലും ഒക്കെ ഞാൻ ഇപ്പോഴാണെങ്കിലും ഞാൻ അവളോട് പറയവേ എടി അങ്ങനെ ചേടി ഇങ്ങനെ എടി നിനക്ക് നല്ലതാ ചേരുമെന്നൊക്കെ. പക്ഷെ അവൾക്ക് മടിയാണ് ഒരുങ്ങാൻ, ഭയങ്കര മടിച്ചിയാണ്. അപ്പം മടിയുടെ ആശാട്ടി ആയതുകൊണ്ടാണ് ഒരുങ്ങാൻ മടി കേട്ടോ. എന്ന് വെച്ചാലേ സാരിയൊക്കെ എടുത്ത് ഉടുത്താല് പിന്നെ അത് കഴുകണം മടക്കണം, അതുകൊണ്ടൊക്കെ സാരി ഒന്നും ഉടുക്കത്തില്ല. പിന്നാണെങ്കിൽ പൊട്ടും വളയും ചാന്തും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒക്കെ എന്തേലുമൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവയ്ക്കും. പിന്നെ അതൊക്കെ നോക്കി നടന്ന് എടുക്കണ്ടേ, അതൊക്കെ കൊണ്ട് ഒരുങ്ങാൻ മടിയാണ്. മൊത്തത്തിൽ അവൾക്ക് മടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊന്നും പറയുന്നോണ്ട് അവൾക്ക് വിഷമമൊന്നുമില്ല. അവളുടെ ഞാനിത് എപ്പോഴാണേലും അവളോട് ഞാൻ ദേഷ്യപ്പെടുന്നത് അവൾ ഒരുങ്ങാത്തേനും ജാനിക്കുട്ടിയെ ഒരുക്കാത്തേനും ഒക്കെ കേട്ടോ. അതിപ്പോഴല്ല, അവള് ജനിച്ച സമയം മുതല് ഈ ഒരു പ്രായം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ പറയും. അതുകൊണ്ട് അത് ഏറെക്കുറെ അവൾക്ക് അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പരാതിയൊന്നും പറയത്തില്ല, എന്തേലും വഴക്ക് പറയുന്നതിനൊന്നും പറയാം. മൊത്തത്തിൽ ഒരുങ്ങാനുള്ള മടിയുടെ കൂടുതൽ കൊണ്ടാണ് ഒരുങ്ങാത്തത്. ഞാൻ വഴക്ക് പറയാമെന്ന് ഓർത്താണ് എന്റെ കൂടെ എവിടെയെങ്കിലും ഒക്കെ വരുമ്പം അത്രയൊക്കെ ഒരുങ്ങിയൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ആറന്മുളയിലോട്ട് പോകുന്നതിന്റെ സെറ്റ് സാരി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരം ഒന്ന് പറയണമെന്ന് വിചാരിച്ചാ, നല്ലൊരു മാലയൊക്കെ എടുത്തിട്ട് വരണേ, അതിന് ചേരുന്ന നെക്ലേസ് ഒക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ഇട്ടുകൊണ്ട് വരണേന്ന് പറയാൻ മറന്നുപോയി. ഇതൊക്കെ ഓൺലൈനിൽ മേടിച്ചവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം അവിടെ വെച്ചേക്കുവാ. അത് പറഞ്ഞില്ല, അതുകൊണ്ട് ഇട്ടില്ല. ഞാനത് പറഞ്ഞില്ല, ഞാനത് പറഞ്ഞ് ഈ അത് കൊണ്ടുവരണേന്നൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് പോയായിരുന്നു. ചിലപ്പോൾ അതിട്ടുകൊണ്ട് വന്നേന്. ഞാനത് പറയാഞ്ഞത് കൊണ്ട് കുക്കു അങ്ങനെയാണ് വന്നത്. ഇതാണ് കുക്കുവിന്റെ സ്വഭാവം. അപ്പം ഇന്നത്തെ ഈ കമന്റ് കണ്ടപ്പോ ഞാൻ അവളോട് പറഞ്ഞില്ല കേട്ടോ. ഇന്ന് ഞാൻ അങ്ങോട്ട് പോവാഞ്ഞോണ്ട് പറഞ്ഞില്ല. ഞാൻ പറയണമെന്ന് വിചാരിച്ചു, സമാധാനമായ എന്നെ പറയിപ്പിച്ചപ്പോഴത്തെ ചുമ്മാതാട്ടോ, തമാശ പറഞ്ഞതാണ്. ഇപ്പൊ പിന്നെ കുഞ്ഞിനെ കൊണ്ടൊക്കെ പോകുമ്പം ഇച്ചിരി കൂടെ ഒക്കെ വലിയതായിട്ട് ഒരുങ്ങാനും ഒക്കത്തില്ലല്ലോ. കുറച്ചുകൂടെ കഴിയട്ടെ കേട്ടോ. അവിടെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം. വന്നില്ലെങ്കിൽ നമ്മൾ വരുത്തുമല്ലോ. നമ്മൾ ഇതുപോലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഉള്ള സമയത്ത്, ഇവരൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഞാനും ഇങ്ങനെ വലിയ ഒരുക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പ്രായമായപ്പോഴാണ് ഒരുങ്ങാൻ തോന്നുന്നത്. തുണി മടക്കിക്കൊണ്ട് നിന്ന് കഥ പറഞ്ഞോണ്ട് ഇപ്പൊ കരിഞ്ഞേനെ എടുത്തൊന്ന് വന്നിട്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ കരിഞ്ഞ് കുളമായേനെ കേട്ടോ. വെള്ളമെല്ലാം പറ്റി റെഡി ആയിരിക്കുമായിരുന്നു. കരിഞ്ഞില്ല കണ്ടോ, ദൈവം നമ്മളെ ഇവിടെ എത്തിച്ചു. ഇച്ചിരി മുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇതൊക്കെ മെഴുക്കുവരട്ടി വെച്ച് കൂട്ടിയിട്ടില്ലാത്ത ഒരു കമന്റ് ഇടണം. കൂട്ടിയിട്ടുള്ളവർ കൂടുതൽ ആൾക്കാർ കാണുമായിരിക്കും. കൂട്ടിയിട്ടേ ഇല്ലാത്ത ഒരു കമന്റ് ഇടണം കേട്ടോ. ചേമ്പിന്റെ തട മെഴുക്കുവരട്ടി വെച്ച് കൂട്ടിയിട്ടില്ലാത്തവർ എവിടാ? നമ്മള് പാനിപ്പൂരി ഉണ്ടാക്കിയപ്പോ അത് കഴിച്ചിട്ടേ ഇല്ലാത്തവരുണ്ട് കേട്ടോ. പക്ഷെ അത് എന്താണ്, അവര്
അതിനുള്ള സാഹചര്യം കിട്ടാനുള്ളതുകൊണ്ടൊന്നുമല്ല. അവർ എന്താ പറയുന്നത്, അതിന് മെനക്കെട്ടിട്ടില്ലാത്തോണ്ടായിരിക്കും അല്ലേ? അല്ല, പിന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനെ എല്ലാം നമുക്ക് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടല്ലോ. അഥവാ നമുക്ക് പോയി കഴിക്കാൻ പറ്റിയില്ല, ഓർഡർ ചെയ്ത് വരുത്താം അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ. അന്ന് കക്കയിറച്ചി വെച്ചപ്പോഴും ആരൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന്. അങ്ങനെയൊക്കെയുള്ള വിഭവങ്ങൾ കേട്ടോ. ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള വിഭവങ്ങളുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ എന്താ ഇതുപോലൊക്കെയുള്ള വിഭവങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെ മുള്ളാത്തയുടെ കാര്യം പറഞ്ഞപ്പോഴും മുള്ളാത്ത കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഉണ്ട്, കണ്ടിട്ട് കൂടിയില്ലാത്തവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഞാനും കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് ആദ്യമായിട്ട് കൊണ്ടു തന്നത് കീബോർഡ്. ആ സമയത്ത് നമുക്ക് അറിയാവുന്ന ഒരാള് വണ്ടിയും കൊണ്ട് ഓട്ടം പോയപ്പം അവിടുന്ന് കൊണ്ടു തന്നതാട്ടോ. ഞാൻ അങ്ങനെ അതിന് മുമ്പ് ഒരു പരിചയം പോലും ഇല്ലാത്ത ആ വ്യക്തിയാണ് എനിക്കത് കൊണ്ടു തന്നത്. അങ്ങനെയാണ് ഞാൻ മുള്ളാത്ത ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. മെഴുക്കുവരട്ടി ഒരുപാട് മൂക്കൊന്നും വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. കാരണം എനിക്ക് വിശക്കുന്നു. ഞാൻ ചോറിനാ മകർക്ക് ചോറ് വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഒരാൾ ബർഗർ കഴിച്ചു, ഒരാൾ കട്ട്ലറ്റും ഏത്തക്കപ്പവും ഒക്കെ കഴിച്ചതുകൊണ്ട് ഇനി വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വേണം, ഞാൻ കഴിക്കും. മോനുകുട്ടന് ചോറ് വേണം, മുത്ത് ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാനത് കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ കൂടെ അവരിന്ന് എക്സാം ഒക്കെ കഴിഞ്ഞതുകൊണ്ട് കൂട്ടുകാരിലാണ് പോയി പുറത്തുനിന്ന് എന്തോ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമല്ല, ഇതുപോലെ സാൻഡ്വിച്ചോ ഏതാണ്ടൊക്കെ കഴിച്ചേ. അതുകൊണ്ടാണ് മുത്തിന് വിശപ്പില്ലാത്തത്. അപ്പൊ ചോറുണ്ണാൻ പോവാണ്. ചോറും ഞാൻ പറഞ്ഞില്ലേ ഒരു ഓൾറൗണ്ടർ പരിപ്പ് കറി ഉണ്ടെന്ന്, അതാണ് കേട്ടോ. പരിപ്പ് കറിയും പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട കടുകുമാങ്ങയാണ് ഇന്നത്തെ മെയിൻ താരം കേട്ടോ. കടുമാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നൊക്കെ കടുമാങ്ങയുടെ കാര്യം ആലോചിക്കുമായിരുന്നു. രാത്രി ചോറിനാൻ കടുമാങ്ങ ഉണ്ടല്ലോ എന്ന് കേട്ടോ. പിന്നെ മെഴുക്കുവരട്ടി ഞാൻ മറ്റേ നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി എടുത്തില്ല കേട്ടോ. ഇത് ചൂടോടുണ്ടല്ലോ, ഇനി ഇത് മതി എന്ന് ഓർത്തു കേട്ടോ. നമ്മുടെ ചേമ്പിൻ തട മെഴുക്കുവരട്ടി, ചേമ്പ് മെഴുക്കുവരട്ടി പോലെ തന്നെ ഇരിക്കുന്നില്ലേ, അതാണ് നമ്മുടെ ചേമ്പിൻ തട. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അത്താഴം കഴിക്കട്ടെ. എന്റെ പ്രിയങ്ങളെല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ. എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് കമന്റുകൾക്കൊക്കെ സ്നേഹം അറിയിക്കുക കേട്ടോ. തിരിച്ച് മറുപടി ടൈപ്പ് ചെയ്ത് അയക്കുന്നില്ല എന്നുള്ളത് എന്റെ ന്യൂനതയാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ സദയം ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് മാത്രമാണ്. എന്റെ പ്രിയങ്ങള് പലർക്കും അതറിയാം, എന്നാലും ഞാൻ പുതിയതായിട്ട് വന്നവരോടാണ് പറഞ്ഞത് കേട്ടോ. ഒരിക്കലും ജാട എടുത്ത് മറുപടി അയക്കാതിരിക്കുന്നതല്ല. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനത്തേതായതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.